Hello my dears, welcome to ECS online class. അപ്പോൾ നമ്മൾ എന്താണ് ചാപ്റ്റർ 8ന്റെ ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. നമുക്ക് ചാപ്റ്റർ 8ന്റെ വർക്ക്സ് പ്രാക്ടീസ് ബുക്കിൽ ഉള്ളതെല്ലാം പഠിക്കാം. ഇനി പേജ് നമ്പർ 70. ഓക്കെ, ചാപ്റ്റർ 8 നമ്പേഴ്സ് ഫ്രം 21 to 50. ഓക്കെ, count in tens and write the number. ഓക്കെ, നമ്മുടെ ഈ പിക്ചറിൽ എത്ര എന്താണ് മാസ്റ്റിക്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, ആ ബോക്സ് ഫിൽ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 10ന്റെ ഒരു കെട്ടാണ് അല്ലേ. അപ്പോൾ എത്ര ടെൻസ് ഉണ്ട്? ഒരു 8 ടെൻസേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്താണ്, ഒരു 10 അല്ലേ, ഒരു 10. ഇനി അടുത്ത ഫിഗർ നോക്കിക്കേ, 10ന്റെ എത്ര കെട്ടുണ്ട്? 2 കെട്ടുണ്ട് അല്ലേ. അപ്പോൾ ടെൻസ് അല്ലേ, ടെൻസിന്റെ 2 കെട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 ടെൻസ്. 2 ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്, 10 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നതാണ് അല്ലേ. 10 + 10 ആണ് 2 ടെൻസ് അല്ലേ. 10 + 10 എന്താണ്, 20 ആണ്. ഓക്കെ, ഇനിയോ അല്ലെങ്കിൽ 10 20 അല്ലേ, മൊത്തം 20 എണ്ണം ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കിക്കേ, എത്ര ടെൻസ് ഉണ്ട്? 1 2 3 3 ടെൻസ് ഉണ്ട്. 3 ടെൻസ് എന്ന് വെച്ചാൽ എത്രയാണ്, 10 3 പ്രാവശ്യം ആഡ് ചെയ്യുന്നതാണ് അല്ലേ. 10 + 10 + 10 that is equal to 30. ഇനി അടുത്തതോ 4 ടെൻസ് ആണ്, അപ്പോഴോ 40 അല്ലേ. ഇനിയോ, ഇനി എത്രയാണ്, 5 ടെൻസ് ആണ്. ലാസ്റ്റ് ഫിഗർ 5 ടെൻസ് ആണ്. അങ്ങനെയെങ്കിൽ ആ ടോട്ടൽ കൗണ്ട് എത്ര എണ്ണം കാണും? 10 കെട്ട് 5 എണ്ണം ഉണ്ട് അല്ലെ. 10ന്റെ കെട്ട് 5 എണ്ണം ഉണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ആ മാറ്റ്സ്റ്റിക്കുകളുടെ എണ്ണം എത്രയായിരിക്കും? 50 ആണ്. 50. ഓക്കെ, ഇനി റൈറ്റ് ദ നമ്പർ. ഇതെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. എത്ര എണ്ണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ടോ അതിന്റെ കൗണ്ട് അവിടെ എഴുതുക. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 3 10ന്റെ കെട്ടുണ്ട്, 4 എണ്ണം ലൂസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ടോട്ടൽ 34 ആണ് അല്ലെ. 10 + 10 + 10 that is equal to 30 ആണ്. ഇനിയോ 4 എണ്ണം ഉണ്ട്, 30 + 4 34 ആണ് അല്ലെ. 34. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എത്ര 10ന്റെ കെട്ടുണ്ട്? 1 2 3 4 4 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ലൂസ് ആക്കി വെച്ചത്? എത്ര എണ്ണം ഉണ്ട്? 2. അപ്പൊ ഉത്തരം എന്ത് കിട്ടും? 42. 10 20 30 40 40 + 2 എന്താണ്? 42. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കിക്കേ, ടോട്ടൽ ഒന്ന് കൗണ്ട് ചെയ്ത് എല്ലാവരും. 10 20 30 10ന്റെ 3 കെട്ടുണ്ട്. അപ്പൊ 30 ആ അല്ലേ. എത്ര എണ്ണം ലൂസ് ആക്കി വെച്ചിട്ടുണ്ട്? 1 2 3 അല്ലേ, 3. അപ്പൊ ടോട്ടൽ എത്രയായി? 33. അടുത്ത ദിവസം നോക്കിക്കേ, 1 2 3 4 10ന്റെ 4 കെട്ടുണ്ട്. അപ്പൊ 40 ആയി. ഇനി എത്ര എണ്ണം ലൂസ് ആക്കി വെച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 7 ഉണ്ട്. 40 + 7 എത്രയാണ്? 47 അല്ലേ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് എണ്ണിക്കുക എല്ലാവരും. ഒന്ന് പറഞ്ഞേ, ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ എല്ലാവരും. എത്ര എണ്ണം ഉണ്ട്? 10ന്റെ എത്ര കെട്ടുണ്ട്? 2 കെട്ടുണ്ട്. ഇനി എത്ര എണ്ണം ലൂസ് ആക്കി വെച്ചിട്ടുണ്ട്? ഒന്ന് കൗണ്ട് ചെയ്തേ, മിസ്സിന്റെ കൂടെ കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 കഴിഞ്ഞോ? ഇല്ല, 8. അപ്പൊ ടോട്ടൽ എത്ര എണ്ണമായി? 20 + 8 എത്രയാണ്? 28. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോ ഒന്ന് കൗണ്ട് ചെയ്ത്, സ്വന്തമായിട്ടൊന്ന് കൗണ്ട് ചെയ്തേ. 10ന്റെ 3 കെട്ടുണ്ട്, ലൂസ് ആക്കി എത്ര എണ്ണം വെച്ചേക്കുന്നത്? 1 2 3 4 5 6. അപ്പോ 30ഉം 6ഉം 36 അല്ലേ. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എല്ലാവർക്കും കൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റത്തില്ലേ? പേജ് നമ്പർ 71 ആൻഡ് പേജ് നമ്പർ 72ല് ഈ ഫിഗർ കൗണ്ട് ചെയ്യുക, എന്നിട്ട് ആ എണ്ണം സൈഡിലത്തെ ബോക്സിൽ എഴുതുക. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ. ഇനി അടുത്ത പേജ് നമ്പർ 73. റൈറ്റ് ദ നമ്പർ. ഇവിടെ ഫിഗറിന് പകരം കണ്ടോ, 10ന്റെ 3 കെട്ട് 5 എണ്ണം അല്ലെങ്കിൽ എത്ര എണ്ണം, 10ന്റെ 3 കെട്ടും 7 എണ്ണം ലൂസ് ആക്കി വെച്ചേക്കുന്നു. അങ്ങനെ ഫിഗർ തന്നിട്ട് നമ്മളത് കൗണ്ട് ചെയ്ത് നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. ഇവിടെ ഫിഗർ അല്ല, കണ്ടോ, വേർഡ്സിലും നമ്പേഴ്സിലും ആയിട്ട് കുറച്ച് ഉത്തരം കിട്ടുന്ന ആ നമ്പറിനെ കുറിച്ച് കുറച്ച് ക്ലൂ തന്നിരിക്കുകയാണ്. അത് വെച്ചിട്ട് നമ്മൾ ആ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, 3 ടെൻസും 5 വൺസും. 3 ടെൻസ് എന്ന് പറഞ്ഞാൽ 10ന്റെ 3 കെട്ടാണ് അല്ലെ. 5 വൺസ് എന്ന് പറഞ്ഞാലോ
ഒറ്റക്ക് വെച്ചിരിക്കുന്നത് 5 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ ഏതായിരിക്കും നമ്പർ? 10ന്റെ 3 കെട്ടും ഒറ്റക്ക് വെച്ചിരിക്കുന്ന 5 എണ്ണം. അപ്പൊ 30ഉം 5ഉം 30 + 5 എന്താണ്? 35. അപ്പൊ ബോക്സിൽ എഴുതിക്കുക എല്ലാവരും 35 tens ones അല്ലേ? 35. ഓക്കെ. ഇനി 4 tensഉം 3 onesഉം. 4 tens എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10ന്റെ 4 കെട്ടായിരിക്കും അല്ലെ? 10 നമ്പർ ഉള്ള കെട്ടുകൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 4 കെട്ടുണ്ടായിരിക്കും. അപ്പൊ 40 ആയി. ഓക്കെ. 4 tens എന്ന് വെച്ചാൽ എത്രയാണ്? 40 ആണ് അല്ലെ? 4 tens എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ന്റെ 4 കെട്ടുണ്ടായിരിക്കും അല്ലെ? 10 + 10 + 10 + 10 എത്രയാണ്? 40 ആണ്. ഇനി 3 ones എന്ന് പറഞ്ഞാലോ? 3 എണ്ണം ലൂസ് ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ ടോട്ടൽ എത്രയാണ്? 3. 40 + 3 എത്രയാണ്? 43 ആണ് അല്ലെ? 43. അപ്പൊ നമ്പർ മനസ്സിലായോ? എന്താണ്? 43. നമുക്ക് ഈ പടം ഒന്നും തരാതെ കുറച്ച് എന്താണ് ആ നമ്പർ, ഈ 43യെ കുറിച്ച് കുറച്ച് ക്ലൂ തന്നിരിക്കുകയാണ് അല്ലെ? 4 tensഉം 3 onesഉം. അത് വെച്ച് നമ്മൾ ആ നമ്പർ 43 എന്ന നമ്പർ നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനോ? 2 tensഉം 5 onesഉം. 2 tensഉം 5 onesഉം ആകുമ്പോൾ എത്ര കിട്ടും? 10ന്റെ 2 കെട്ടും ലൂസ് ആക്കി വെച്ചിരിക്കുന്ന മാഗ്നറ്റിക്സുകൾ 5 എണ്ണം ഉണ്ട്. അപ്പൊ 10ന്റെ 2 കെട്ടായപ്പോൾ 20 ആയി. 5 എണ്ണം അല്ലാതെ വെച്ചിരിക്കുക. അപ്പൊ 20 + 5 25. ഓക്കെ, 25. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 tensഉം 7 onesഉം. 3 tens എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ന്റെ 3 കെട്ടുകളാണ്. അപ്പോ 30 ആയി. 7 ones എന്ന് പറഞ്ഞാലോ 7 ആണ്. ഓക്കെ, അപ്പൊ 30 + 7 എന്താണ് ഉത്തരം? 37. കണ്ടോ? 37. ആ മുകളിൽ കാണുന്ന ആ നമ്പർ തന്നെ താഴത്ത് എഴുതിയാൽ മതി അല്ലെ? കണ്ടില്ലേ? 4 tensഉം 5 onesഉം. 4 tensഉം 5 ones ആയപ്പോൾ എത്രയാണ്? 45 ആയി. ഓക്കെ, ആ മുകളിലത്തെ ആ 4 tensന്റെ ആ ബോക്സിലും 5 എന്നുള്ളത് ആ നമ്പർ വൺസിന്റെ ആ ബോക്സിൽ എഴുതിയാൽ മതി അല്ലെ? 45. കണ്ടോ? 45. 4 എന്ന ആ നമ്പർ ടെൻസ് എന്ന ബോക്സിന്റെ അടിയിലും 5 എന്ന ഈ നമ്പർ വൺസ് എന്നുള്ള ബോക്സിന്റെ അടിയിൽ എഴുതിയാൽ മതി അല്ലെ? 45. ആ മുകളിലത്തെ നമ്പർ തന്നെയാണ് താഴത്തോട് നമ്മൾ എഴുതുന്നത്. ശ്രദ്ധിച്ചാൽ മതി. 2 tensഉം 4 onesഉം. അങ്ങനെയെങ്കിൽ 10ന് 2 കെട്ടും 4 എണ്ണം ലൂസ് ആക്കി വെച്ചിരിക്കുന്നത്. 24 ആണ് ഉത്തരം. അപ്പൊ 24ന്റെ 2 എന്താണ്? 2 tens. കണ്ടില്ലേ? ടെൻസിന്റെ ബോക്സിൽ 2 എഴുതുക, വൺസിന്റെ ബോക്സിൽ മുകളിലത്തെ നമ്പറായ 4 എഴുതുക. ഓക്കെ. ഇനി 1 tensഉം 7 onesഉം. 10ന്റെ 1 കെട്ടും 7 എണ്ണം ലൂസ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ നമ്പർ തന്നെ താഴത്തോട്ട് എഴുതാം. 17 ആണ് ആൻസർ. അപ്പൊ ടെൻസിന്റെ ആ ബോക്സിനകത്ത് മുകളിലത്തെ നമ്പറായ 1 എഴുതുക, വൺസിന്റെ ആ ബോക്സിനകത്ത് മുകളിലത്തെ നമ്പറായ 7 എഴുതുക. 17 എന്ന് കൂട്ടി വായിക്കാം അല്ലെ? ഇനി 3 tensഉം 0 ones ആണെങ്കിലോ 10ന്റെ 3 കെട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ 30 30 ആണ്. ഓക്കെ, അപ്പൊ 30 ടെൻസിന്റെ അവിടെ 3ഉം വൺസിന്റെ അവിടെ 0യും. ഓക്കെ, മുകളിലത്തെ അതേ നമ്പേഴ്സ് തന്നെ നമ്മൾ ആ താഴത്തോട്ടുള്ള ആ ബോക്സുകളിൽ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ പേജ് നമ്പർ 73ലെ വർക്കുകൾ എല്ലാവർക്കും ചെയ്യാമല്ലോ. ഓക്കെ, ഇനി പേജ് നമ്പർ 74 നമ്മൾ അഡീഷൻ ചെയ്യാൻ പോവാണ്. 10 + 1. 10 + 1 എന്താണ്? 11 ആണ് അല്ലെ? 10 + 1 എങ്ങനെ ചെയ്യാൻ പറ്റും? 10 + 1. ഓക്കെ, 10 + 1 അതിലെന്താണ്? ടെൻസിലെ ടെൻസും വൺസും 2 ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ? 10 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പർ ആണ്. 1 എന്ന് പറയുന്നത് ഒറ്റ ഡിജിറ്റ് നമ്പർ ആണ്. ടെൻസിൽ ഈ 10 എന്ന നമ്പറിൽ ടെൻസിന്റെ അവിടെ 1 ആണ്, വൺസിന്റെ അവിടെ 0 ആണ് അല്ലെ? 2 പ്ലേസ് വാല്യൂസ് ഉണ്ട് അല്ലെ? ഫസ്റ്റ് 0 എന്നുള്ളത് വൺസും 1 എന്നുള്ളത് ടെൻസിന്റെ സ്ഥാനത്തുമാണ്. 10 + 1. ഈ 1 എന്നുള്ള ഒറ്റ ഡിജിറ്റ് നമ്പർ ആണ്. അത് പ്ലേസ് വാല്യൂ എന്താണ്? വൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൺസുകൾ ഒരുമിച്ച് ആഡ് ചെയ്ത് താഴത്തോട്ട് എഴുതാം, ടെൻസുകൾ ഒരുമിച്ച് ആഡ് ചെയ്ത് താഴത്തോട്ട് എഴുതാം. ഓക്കെ, ഇപ്പൊ വൺസുകൾ ഏതൊക്കെയാണ്? മുകളിൽ 0 ഉണ്ട്, താഴെ 1 ഉണ്ട്. 0 + 1 എന്താണ്? 1 ആണ്. ഇനിയോ ഈ ടെൻസിന്റെ കൂടെ ആഡ് ചെയ്യാൻ താഴത്ത് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആ 1 തന്നെ താഴത്തോട്ട് എഴുതാം. ഉത്തരം എന്ത് കിട്ടി?
11 എന്ന് കിട്ടി. ഓക്കെ, 11 എന്ന് കിട്ടി. ഇനി 10 + 2 എങ്ങനെയാണ്? 10 + 2 ഉണ്ടോ? ടെൻസും വൺസും. അപ്പൊ നമുക്ക് വൺസ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാം, ടെൻസ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാം. വൺസിന് സ്റ്റാർട്ട് ഏതൊക്കെ നമ്പേഴ്സ് കിടക്കുന്നത്? മുകളിൽ 0, 10ന്റെ കൂടെയുള്ള 0യും താഴത്ത് ആ 2ഉം ഒറ്റ ഡിജിറ്റ് നമ്പർ ആണ്, അത് വൺസ് ആണ് അല്ലെ. വൺസിന്റെ പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ആണ് 2. അപ്പൊ 0 + 2 എന്താണ്? 2 ആണ്. ഇനിയോ ടെൻസിന്റെ കൂടെ ആഡ് ചെയ്യാൻ ഒന്നുമില്ല, 2 ഒറ്റ ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ. അപ്പൊ ടെൻസിന്റെ ആ 1 താഴത്തോട്ട് അങ്ങ് എഴുതാം. അപ്പൊ എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. ഇനി 10 + 3, 10 + 3 എങ്ങനെ ചെയ്യും? 0 + 3 = 3 ആണ്. ഈ 1 താഴത്തോട്ട് എഴുതി. എന്ത് കിട്ടി? 13. അല്ലെങ്കിൽ 10 + 4 എന്തായിരിക്കും? 14. അങ്ങനെ നമുക്കറിയാം 10ന്റെ കൂടെ 4 ആഡ് ചെയ്താൽ എത്രയാണ്? 14 ആണ്. ഇനിയോ 10ന്റെ കൂടെ 5 ആയാൽ 15. 10ന്റെ കൂടെ 10 + 6 ആണെങ്കിൽ 16. 10 + 7 ആണെങ്കിൽ 17. 10 + 8 ആണെങ്കിൽ 18. 10 + 9 ആണെങ്കിലോ 19. ഇനി 20 അല്ലെ. 10 + 10 ആണെങ്കിൽ 20 ആണ് അല്ലെ. ഇനി അടുത്തത് 20 + 1. ഇപ്പുറത്തെ ബോക്സ് ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കേ, താഴത്തോട് നോക്കിയേ. 20 + 1 21 ആണ്. 20 + 2 22 ആണ്. ഇനി 20 + 3, 20 + 3. ഓക്കെ, ഇപ്പൊ ടെൻസ് ഉണ്ട്, വൺസ് ഉണ്ട്. 20 എന്നുള്ള 2 ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ. 2 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 0 വൺസിന്റെ പൊസിഷനിലാണ്, 2 എന്ന് പറയുന്നത് ടെൻസിന്റെ പൊസിഷനിലാണ്. ഇനി 3 എന്ന് പറയുന്നത് ഒറ്റ ഡിജിറ്റ് നമ്പർ ആണ്, അത് വൺസിന്റെ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. വൺസുകൾ ഒരുമിച്ച് ആഡ് ചെയ്ത് എഴുതാം, ടെൻസുകൾ ഒരുമിച്ച് താഴത്തോട്ട് ആഡ് ചെയ്ത് എഴുതാം. 0 + 3 എന്താണ്? എല്ലാവർക്കും അറിയാം, 3 ആണ്. ഇനി 2ന്റെ കൂടെ ആഡ് ചെയ്യാൻ ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ 2 താഴത്തോട്ട് എഴുതാം. എന്ത് കിട്ടി? 23 എന്ന് കിട്ടി അല്ലേ. അങ്ങനെയെങ്കിൽ 20 + 4 എന്തായിരിക്കും? 0 + 4 4 ആണ്. ഈ 2 താഴത്തോട്ട് എഴുതി 24. 20 + 5 25. 20 + 6 26. 20 + 7 27. 20 + 8 28. 20 + 9 29. ഇനി അടുത്ത ബോക്സ്, അടുത്ത റോയിലുള്ളത് 30 + 1 31. 30 + 2 32. 30 + 3 33. 30 + 4 34. 30 + 5 എങ്ങനെയാണ്? 0 + 5 5 ആണ്. ഈ 3 താഴത്തോട്ട് എഴുതി. ഉത്തരം എന്ത് കിട്ടി? 35. അങ്ങനെയെങ്കിൽ 30 + 6 എങ്ങനെയാണ്? 0 + 6 6 ആണ്. ഈ 3 താഴത്തോട്ട് എഴുതി 36. ഇനി 30 + 7 ആണെങ്കിലോ 0 + 7 എന്ത് കിട്ടി? 7 ആണ്. ഈ 3 താഴത്തോട്ട് എഴുതി 37. അങ്ങനെ 30 + 8 38. 30 + 9 39. ഇനി നെക്സ്റ്റ് റോ 40 + 1 എന്താണ്? 41. 40 + 2 എങ്ങനെയാണ്? 42. ഇനി 40 + 3 എങ്ങനെയാണ്? 0 + 3 3 ആണ്. 4 താഴത്തോട്ട് എഴുതി 43. ഇനി 40 + 4 എങ്ങനെയായിരിക്കും? 40 + 4 എങ്ങനെയാണ്? 0 + 4 4 ആണ്. ഈ 4 താഴത്തോട്ട് എഴുതി 44. ഇനി 40 + 5 എങ്ങനെയാണ്? 0 + 5 5 ആണ്. ഈ 4 താഴത്തോട്ട് എഴുതി 45. 40 + 6 46 ആണ്. 40 + 7 47 ആണ്. 40 + 8 48 ആണ്. 40 + 9 49 ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ആഡ് ചെയ്ത് എഴുതുമല്ലോ. ഉത്തരം കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഇനി റൈറ്റ് ഇൻ ഓർഡർ. ഇനി ഓർഡർ അനുസരിച്ച് എന്താണ്? 1 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സ് ഈ ബോക്സിനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ്? നീളത്തിൽ അല്ലെ, നീളത്തിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കുക. 1 2 3 4. അടുത്തതോ 5 6 7 8 9 10. അപ്പോൾ എന്താണ്? അത് കഴിഞ്ഞു. ഇനി അടുത്ത കോളം 11 12 13 14 15 16 17 18 19 20. 20 വരെ എഴുതി കൊടുക്കുക. ഇനി താഴത്ത് 21 22 23 24 25 26 27 28 29 30. 30 അവിടെ ഉണ്ട്. ഇനി താഴത്ത് 31 32 33 34 35 36 37 38 39 40. 40 വരെ എഴുതുക. ഇനി താഴത്ത് 41 ഉണ്ട്. അത് കഴിഞ്ഞ് 42 43 44 45 46 47 48 49 50 അവിടെ ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഓർഡർ അനുസരിച്ച് എല്ലാവരും കാണാതെ ഒന്ന് 1 തൊട്ട് 50 വരെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, പേജ് നമ്പർ 74 വരെയുള്ള വർക്കുകളെല്ലാം പേജ് നമ്പർ 70 തൊട്ട് പേജ് നമ്പർ 74 വരെയുള്ള വർക്കുകളുണ്ട്. അതെല്ലാവരും സ്വന്തമായിട്ട് തന്നെ ചെയ്ത് മിസ്സിന് ഹോംവർക്ക് അയച്ചു തരുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.